ലോകത്ത് ഉണ്ടാകാനിരിക്കുന്ന ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഏതാണ്? മൂന്നാം ലോകയുദ്ധമോ? അതിനേക്കാളൊക്കെ മഹാ വർത്തമാനം വേറെയാണ്. നിർഭാഗ്യവശാലും ഭാഗ്യവശാലും അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു റിപ്പോർട്ടർക്കും ഒരു മാധ്യമത്തിനും കഴിയില്ല. ഒരു ചാനലിനും ആ വാർത്ത കിട്ടുകയില്ല. ആർക്കും അത് സ്കൂപ്പോ എക്സ്ക്ലൂസീവോ ആയി ഉണ്ടാകുകയില്ല. കാരണം സംഭവത്തോടൊപ്പം മാധ്യമങ്ങളുടെ അന്ത്യവും സംഭവിക്കും. മാധ്യമങ്ങളുടെ മാത്രമല്ല, സൃഷ്ടലോകത്തിന്റെ മുഴുവൻ അന്ത്യം, ലോകാവസാനം, അന്ത്യവിധിയുടെ വേള. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും സൂചനകൾ റിപ്പോർട്ട് ചെയ്യാൻ പലർക്കും കഴിയുന്നുണ്ട്. എന്നെന്നോ എപ്പോഴെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും വിദൂര സമുദ്രത്തിനുമേൽ ചക്രവാളത്തിൽ കപ്പലിന്റെ പുകക്കുഴൽ നിന്നുയരുന്ന പുകയുടെ അംശങ്ങൾ പോലെ അടയാളങ്ങൾ കാണുന്നതായി അവർ പറയുന്നു. അല്ല, മുന്നറിയിപ്പ് തരുന്നു. അവർ ഏതെങ്കിലും ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മീഡിയ സ്ഥാപനത്തിലോ സർവകലാശാലയിൽ നിന്ന് വാർത്ത എന്തെന്ന് പഠിച്ചവരല്ല. ദൈവിക ജ്ഞാനത്തിന്റെ സ്കൂളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ആകാശം ചമന്നും മൂടിയുമൊക്കെ ഇരിക്കുന്ന അടയാളങ്ങൾ വിവേചിക്കുന്നവർ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാത്തതിനെ അവിശ്വസ്തത എന്നാണ് യേശു ക്രിസ്തു വിളിച്ചത്. ലോകം അവിശ്വസ്തതയുടെ പിടിയിലാണോ? ആണെന്ന് പറയേണ്ടി വരും. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ. കാലത്തിന്റെ അടയാളങ്ങളെ ജ്ഞാനത്തിന്റെ കണ്ണിലൂടെ കണ്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരാളല്ല, പ്രവാചകരായി അനേകരുടെ ജീവിതങ്ങളെ നിരവധി വിധത്തിൽ സ്വാധീനിച്ച പലർ. പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും വിശുദ്ധിയിലേക്കും മാറ്റിമറിച്ച ധ്യാനക്കുരുക്കന്മാരും വൈദികരുമായ അഭിക്ഷിപ്തർ. അവരിൽ പലരും പതിവില്ലാത്ത വിധം നമുക്ക് ചിരപരിചിതമല്ലാത്ത ഭാഷയിൽ നമ്മളോടും പറയുന്നു, അവസാനത്തിന്റെ ആരംഭത്തിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന്. ദൈവകരുണയുടെ നാളുകൾ ദൈവനീതിയുടെ നാളുകളിലേക്ക് സംക്രമിക്കുന്നു എന്ന്. വിശ്വാസതയുള്ള ആത്മാക്കൾ ഏക സ്വരത്തിൽ മുന്നറിയിപ്പ് തരുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് കരുതാൻ സാമാന്യ ബുദ്ധിക്ക് തോന്നണം. എന്നിട്ടും എന്താണ് സംശയത്തിന് കാരണമാകുന്നത്? നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നവർ പൊടുന്നനെ ഇല്ലാതാകുന്നത് നിരവധി പേരുടെ അനുഭവം. അവനവന് തന്നെ അങ്ങനെ അന്ത്യം സംഭവിക്കാം എന്നറിയുന്നവരാണ് ഓരോരുത്തരും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, യാതൊരു ഒരുക്കവുമില്ലാതെ അനേകം പേർ പോകുന്ന അവസ്ഥയെ ഭയപ്പെടാത്ത ലോകം മുന്നറിയിപ്പിനെ മാത്രം ഭയപ്പെടുത്തലായി കരുതുന്നതും വ്യാഖ്യാനിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്? അന്ത്യമെങ്കിൽ അതിൽ താനും കൂടി ഉൾപ്പെടുമെന്ന തിരിച്ചറിവാകാം ഭയത്തിനു കാരണം. ഭയപ്പെട്ടത് കൊണ്ട് യാഥാർത്ഥ്യം നീങ്ങിപ്പോകില്ല. ഇങ്ങനെയൊരു യാത്ര മനസ്സ് അംഗീകരിക്കാത്തത് കൊണ്ട് ഭയപ്പെടുന്നു എന്നു മാത്രം. ലോകാന്ത്യത്തിന്റെ ആരംഭത്തെ അംഗീകരിച്ചാലും ദൈവകരുണയുടെ നാളുകൾ അസ്തമിക്കുന്നെന്ന മുന്നറിയിപ്പിനെ എങ്ങനെ അംഗീകരിക്കും? അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥകാരന്റെ വാക്കുകളും ഇതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അതിനുള്ള ഉത്തരമാണ് കൊറോണയുടെ കാലം നമുക്ക് തരുന്നത്. അതെ, ഉത്തരമാണ് ലോകം തന്നെ മുന്നറിയിപ്പായി തരുന്നത്. കൊറോണ ലോകത്തെ വിട്ടുപോകുകയില്ലെങ്കിൽ 2020 മുമ്പ് ജീവിച്ചതുപോലെ ലോകത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാണ് പാഠം. മനുഷ്യനോ നിയമങ്ങൾക്കോ സർക്കാരുകൾക്കോ നടപ്പാക്കാൻ പറ്റാത്ത നിയന്ത്രണങ്ങൾ കൊറോണ ലോകത്തിനു മേൽ ഇതിനകം നടപ്പാക്കി. സ്വന്തം തീരുമാനത്താൽ തിരിച്ചു നടക്കാൻ പറ്റാത്തത്ര മുന്നോട്ട് പോയ ലോകമായിരുന്നു അത്. ആ വഴിയെ കൊറോണ ലോകമെമ്പാടും മനുഷ്യരെ തിരിച്ചു നടത്തുന്നു. എല്ലാ മേഖലയിലും തിരുത്തലിന് മനുഷ്യരെ നിർബന്ധിതരാക്കുന്നു. പ്രവണതകൾ മാറ്റി എഴുതിക്കുന്നു. കൊറോണ തുടരുമെങ്കിൽ മനുഷ്യർ ശീലിച്ചു തുടങ്ങിയ പുതിയ വഴിയെ, നിയന്ത്രണങ്ങളുടെ വഴിയെ തന്നെ ഇനിയും മുമ്പോട്ട് പോകേണ്ടി വരികയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2 വർഷം മുമ്പത്തെ അവസ്ഥയിലല്ല മനുഷ്യകുലം ഇപ്പോൾ. ദൈവനീതിയുടെ നാളുകൾക്കായി എങ്ങനെ ഒരുങ്ങുമെന്ന് ലോകത്തിൽ നിന്ന് അറിയാം. 2 വർഷമായി അവിടുന്ന് ലോകത്തെ തൻ്റെ ചട്ടം ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചു നടക്കേണ്ട വഴികൾ കൊറോണയുടെ നാളുകളിൽ ലോകം ഗ്രഹിച്ചു. നശ്വരമായ കായിക കിരീടത്തിനു വേണ്ടി കഠിനമായി പരിശീലിക്കുന്ന ഓട്ടക്കാരനെ പോലെ നിയന്ത്രണങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി മനുഷ്യന് ഒഴിവില്ല. നീതിയുടെ നാളുകൾ എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ കാരുണ്യം അവസാനിക്കുന്നു എന്നല്ല. ആ കരുണയ്ക്ക് അർഹത നേടാനുള്ള ഉത്തരവാദിത്തം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനുള്ള വഴികൾ അവിടുന്ന് കാട്ടിത്തരികയും അതിലെ നടക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി വ്യക്തിപരമായും സമൂഹപരമായും ദൈവനീതിക്ക് മുമ്പിൽ തള്ളപ്പെടാതിരിക്കാൻ യോഗ്യത നേടുക, അനുദപിക്കുക, തിരുത്തിയ വഴിയെ മാത്രം മുന്നോട്ട് പോകുക. അങ്ങനെ പോകുന്നവരുടെ മേൽ മാത്രമേ കരുണയുടെ വർഷപാതം ഉണ്ടാകൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ കരുണാപ്രവാഹത്തെ തിന്മയുടെ മേൽക്കെട്ടി തടയും. നീതിയുടെ പാഠങ്ങളും ചട്ടങ്ങളും അഭ്യസിപ്പിച്ച ശേഷം മാത്രം നീതിയുടെ നാളുകൾക്ക് തുടക്കമിടുക എന്നത് ദൈവത്തിന്റെ അവസാനിക്കാത്ത കരുണ തന്നെയല്ലേ?